നിങ്ങൾക്ക് നിക്ഷേപമില്ലെങ്കിൽ ആദായം ഉണ്ടാകുകയില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ യേശു ഇപ്രകാരം പറയുന്നു: സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ല എങ്കിൽ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ വചനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരികയില്ല. ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ ഇത് വളരെ ഗൗരവമായി കണക്കാക്കേണ്ടുന്ന ഒരു കുറവാണ്. ഈ കുറവ് നികത്തുവാൻ ഏറ്റവും എളുപ്പ വഴി അധികമായി വചനം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുക എന്നതാണ്. ചിലപ്പോഴൊക്കെ ഹൃദയത്തെ ഒരു ബാങ്ക് അക്കൗണ്ടിനോട് സാദൃശ്യപ്പെടുത്തുവാൻ സാധിക്കും. നിക്ഷേപം ഉള്ള തുക മാത്രമേ ആവശ്യമുള്ളപ്പോൾ പിൻവലിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ വിശ്വാസത്തിന്റെ പിൻവലികൾക്ക് വിശ്വാസത്തിന്റെ നിക്ഷേപവും വേണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഇപ്രകാരം പറഞ്ഞു: ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെപ്പീൻ, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെപ്പീൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. സൗഖ്യത്തെക്കുറിച്ച് നിക്ഷേപം നടത്താത്ത ഹൃദയത്തിൽ നിന്ന് സൗഖ്യം ആവശ്യമുള്ളപ്പോൾ സൗഖ്യത്തിന് ആവശ്യമായ പിൻവലിക്കൽ നടത്തുവാൻ സാധ്യമല്ല. സമാധാനത്തെക്കുറിച്ച് നിക്ഷേപം നടത്താത്ത ഹൃദയത്തിൽ നിന്ന് സമാധാനം ആവശ്യമുള്ളപ്പോൾ സമാധാനത്തിന് ആവശ്യമായ പിൻവലിക്കൽ നടത്തുവാൻ സാധ്യമല്ല. സാമ്പത്തിക ഭൗതിക നന്മകളെക്കുറിച്ച് നിക്ഷേപം നടത്താത്ത ഹൃദയത്തിൽ നിന്ന് സമ്പത്ത് ആവശ്യമായി വരുന്ന സമയത്ത് വിശ്വാസത്തിന്റെ പിൻവലിക്കലുകൾ നടത്തുവാൻ സാധ്യമല്ല. ദൈവവചനം പറയുന്നത് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറയുന്നു. നീതിമാന്റെ വിശ്വാസത്തിന്റെ നിക്ഷേപം. ദിനംതോറും വിശ്വാസത്താൽ ജീവിക്കുവാൻ നമ്മൾ ദിനംതോറും നിക്ഷേപം നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോ തൊഴിലുടമയോ സമ്മർദ്ദം തരുമ്പോഴോ, മക്കളോ മാതാപിതാക്കളോ സഹോദരങ്ങളോ വൈകാരിക സമ്മർദ്ദം തരുമ്പോഴോ ജയത്തോടെ ജീവിക്കുവാൻ ആവശ്യമായ വചനത്തിന്റെ വിശ്വാസപൂർവമായ പിൻവലിക്കലുകൾ അത് നടത്തുമ്പോൾ വചനം ഉള്ളിൽ നിന്ന് പൊങ്ങിവരും. അതിനായി നിങ്ങൾ നിക്ഷേപം നടത്തുക. നമ്മളിൽ മിക്കവരിലും സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മെ നിയന്ത്രിക്കുന്ന പലതരത്തിലുള്ള വികാരങ്ങൾ പൊങ്ങിവരും. സാഹചര്യങ്ങളോട് വികാരത്തിന്റെ വാക്കുകൾ കൊണ്ട് പോരാടുന്നതിന് പകരം വിശ്വാസത്തിന്റെ വചനം പ്രസ്താവിച്ചുകൊണ്ട് ദൈവിക നിലവാരത്തിൽ മുന്നേറുക. ഇന്ന് തന്നെ നിങ്ങൾക്കായി തന്നെ ഒരു കർത്തവ്യം ഏൽപ്പിക്കുക. നിങ്ങളിന്ന് വീടിന്റെ വാതിൽ തുറന്ന് വെളിയിൽ പോകുന്നതിന് മുമ്പേ വിശ്വാസത്തിന്റെ വചനങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക. കർത്താവിന്റെ സ്നേഹത്താലും വചനത്താലും മാത്രം പ്രതികരിക്കുമെന്ന് ഉറപ്പുവരുത്തി സ്നേഹത്തോടെയും ക്ഷമയോടെയും ദൈവിക ബലത്തോടെയും മാത്രം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുവെന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് വിശ്വാസത്തിന്റെ ഒരു ചുവട് ഇന്ന് എടുക്കാമോ?
ഇന്ന് നിങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്ന എല്ലാവരോടും ദയയുടെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾ സംസാരിക്കുവാനുള്ള പരിശുദ്ധാത്മ ശക്തിക്കായിട്ട് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക.